ലോക ചരിത്രത്തിലെ തന്നെ പ്രഗത്ഭമതികളായ വനിതകളുടെ കാലടിപ്പാടുകൾ പിന്തുടരുകയാണ് സ്ത്രീ ശാക്തീകരണത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് AIDWA വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ചന്ദ്ര ആത്രേയ. UPA സർക്കാർ അമേരിക്കയുടെയും അംബാനിമാരുടെയും കൂടെ പോയാൽ ഇവിടുത്തെ പാവങ്ങൾ എന്തു ചെയ്യുമെന്നും അവർ ചോദിച്ചു. കോഴിക്കോട് നടക്കുന്ന 31ാമത് സൌത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ മഹിളാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ചന്ദ്ര ആത്രേയ. സൌത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ വനിതാ ജീവനക്കാർ പുറത്തിറക്കിയ 3 ജേർണലുകളെ അഭിനന്ദിച്ചാണ് ചന്ദ്ര ആത്രേയ പ്രഭാഷണം ആരംഭിച്ചത്. ചരിത്രത്തിലെ മറക്കാൻ പറ്റാത്ത വനിതാ പോരാളികളായിരുന്ന അലക്സാണ്ട്ര സെലസ്ട്രിയ, കാരാ സിലിക്കിയ, കാറൽ മാർക്സിന്റെ മകളായ എലീനയെയും ഇവർ പേരെടുത്ത് പരാമർശിച്ചു. ചരിത്രത്തിലെ പ്രഗത്ഭമതികളായ വനിതകളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്നും സൈലൻസ് ഉള്ളിടത്തെ വയലൻസ് ഉണ്ടാവുകയുള്ളെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് നിശബ്ദരായി നിൽക്കാതെ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. Women workers. I would like to bring to your notice a very interesting case. I don't know whether many of the Valiant Five. They filed a writ in the Canadian court asking for. സ്വീഡനിലെ 50% ക്യാബിനറ്റ് സീറ്റുകളിൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യയിലാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നത്. UPA രണ്ടാം സർക്കാരിന്റെ വരവോടെ ദാരിദ്ര്യവും വർദ്ധിച്ചു. അമേരിക്കയുടെയും അംബാനിമാരുടെയും കൂടെ UPA സർക്കാർ പോയാൽ ഇവിടുത്തെ പാവങ്ങൾ എന്തു ചെയ്യുമെന്നും അവർ ചോദിച്ചു. സൌത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ 31ാമത് ജനറൽ കോൺഫറൻസ് ആണ് കോഴിക്കോട് നടക്കുന്നത്. വനിതാ സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി M. ഗിരിജ, SZIEF ട്രഷറർ ജാനകിരാമൻ, കണ്ണമ്മാൾ, NM സുന്ദരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.